പ്രിയമുള്ള സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹായുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഉണ്ടായി. അതിൻ്റെ ഗുരുതരമായ അനന്തരഫലങ്ങളെ കുറിച്ചും വിശദീകരിക്കവേ ഖുർആൻ പറഞ്ഞൊരു സംഗതി പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. ലാ തഹ്സബൂഹു ശർറുൻ ലക്കും ബൽ ഹുവ ഖൈർ. നിങ്ങൾ ഒരിക്കലും അത് നിങ്ങൾക്ക് തിന്മയാണെന്ന് വിചാരിക്കരുത്. ചിലപ്പോൾ അത് നിങ്ങൾക്ക് നന്മയായിട്ട് ഭവിക്കാം എന്നാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു അടിസ്ഥാന ഘടകമാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളൊക്കെയും നമ്മുടെ ഒരു വീക്ഷണകോണിൽ നിന്ന് അതിനെ സമീപിക്കുമ്പോൾ നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട് നമുക്ക് ബോധ്യപ്പെടുക ഇത് നമുക്ക് വലിയ തിന്മയായിട്ട് ദ്രോഹമായിട്ടൊക്കെ ആണ് സംഭവിക്കുന്നതെന്ന്. പക്ഷെ അത് ആത്യന്തികമായി നമുക്ക് നന്മയായിട്ട് ഭവിക്കുമെന്നാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളുടെയും അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കല്പത്തിനും നമ്മുടെ വിശദീകരണത്തിനും അപ്പുറമുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതിൻ്റെ അവസാനം വരെ കാത്തിരിക്കുവാനുള്ള ഒരു ക്ഷമ നമ്മൾ കാണിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ കാര്യം നോക്കുമ്പോൾ നമുക്ക് അത് എതിരാണെന്നും നമുക്ക് നഷ്ടമാണെന്നും നമുക്ക് അത് ഗുരുതരമായി ബാധിക്കുമെന്നും നമുക്ക് ഷർറാണെന്നൊക്കെ തോന്നും. പക്ഷെ അല്ലാഹു പറഞ്ഞത് അത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കുമെന്നാണ്. അപ്പൊ ആ ഗുണകരമാകും എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഗുണം നമുക്ക് ലഭിക്കുന്നവരെയും നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നാണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം നടത്തുന്നത്. അപ്പൊ നമുക്ക് ആത്യന്തികമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നേർക്ക് നേരെ ഒരു ഷർറും തീരുമാനിക്കുന്നില്ലെന്നും എല്ലാ കാര്യവും നമ്മുടെ ഖൈറിന് വേണ്ടി സംവിധാനിച്ചതുമാണെന്നും നമ്മൾ വിശ്വസിക്കണം. പക്ഷെ ആ ഷർറ് നമ്മുടെ സമീപനം കൊണ്ടും നമ്മുടെ നിലപാട് കൊണ്ടും നമുക്ക് ലഭിക്കുന്നവ അത് നമ്മളായിട്ട് ഷർറായിട്ട് മാറ്റരുത് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ സംഭവിക്കുന്ന ഏത് കാര്യത്തെയും നമ്മളത് തിന്മയാണെന്ന് ദോഷകരമായി ബാധിക്കും നമ്മൾ വിചാരിക്കേണ്ട. അത് നമുക്ക് ഗുണകരമായി അതിൻ്റെ പര്യവസാനം ഗുണകരമായിരിക്കും എന്ന് വിശ്വസിക്കാനാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടതും. അതാണ് യഥാർത്ഥ വിശ്വാസത്തിന്റെ ഭാഗം. കാരണം അള്ളാഹു നമുക്ക് നല്ലതേ തീരുമാനിക്കുകയുള്ളൂ, ഖൈറേ തീരുമാനിക്കുകയുള്ളൂ. നമ്മൾ കാണുന്ന നമ്മൾ ഇടപെടുന്ന ആളുകളെക്കാളും 100 ഇരട്ടി സ്നേഹവും കാരുണ്യം അവരെക്കാളും കൂടുതൽ അള്ളാഹു നമ്മോടാണ് എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ സമീപിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പ്രകാശം തോന്നും. നമ്മുടെ വഴികളൊക്കെ നമുക്ക് കൂടുതൽ വിശാലമായി തോന്നുകയും ചെയ്യും. നമുക്ക് ധൈര്യസമേതം ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.